നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരും CPM-ഉം ഭയന്നിരുന്ന അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാർ അറസ്റ്റിൽ. ഇതോടുകൂടി ജീവനും കൊണ്ട് ഓടിയിരിക്കുകയാണ് ശങ്കർദാസ്. ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലോടുകൂടിയാണ് ഇപ്പോൾ ഈ നിർണായക അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. SITയെ കോടതി മുറിക്കുള്ളിൽ ഹൈക്കോടതി മുൾമുനയിൽ നിർത്തിയത് എന്തിനായിരുന്നു? ശങ്കർദാസിനെയും വിജയകുമാറിനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ജഡ്ജി കൃത്യമായി ഈ രണ്ട് പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു SITയെ വിമർശിച്ചത്. അതോടുകൂടി ഇരുവരുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ഒരു സൂചന പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഇനിയും ഇരുവരെയും അങ്ങനെ അറസ്റ്റ് ചെയ്യാതെ സുരക്ഷിതമായി വെക്കാൻ SITക്ക് കഴിയില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം കോണിൽ നിന്ന് സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇരുവരെയും ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ശങ്കർദാസും വിജയകുമാറും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിരുന്നു. അത് പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പോൾ നിർണായകമായ അറസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിക്ക് വലിയൊരു കയ്യടി കൊടുക്കണം. കാരണം ഈ രണ്ട് പേരുകൾ കോടതി മുറിക്കുള്ളിൽ ഉയർന്നു കേട്ടപ്പോൾ ജഡ്ജി ഈ രണ്ട് പേരുകൾ പറഞ്ഞതോടുകൂടി തന്നെ പല കോണുകളിലും വിറയൽ തുടങ്ങിയതാണ്. കാരണം ശങ്കർദാസും വിജയകുമാറും അത്ര ചെറിയ മീനുകളൊന്നുമല്ല. ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ളയിൽ ഇവർക്ക് കൃത്യമായി പങ്കുണ്ടെന്ന് കോടതിക്ക് വ്യക്തമായിരുന്നു. ഇരുവരെയും സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലപാടായിരുന്നു പല കോണിൽ നിന്ന്, എന്തിനേറെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നല്ലോ SITക്ക് മേലെ വലിയ സമ്മർദ്ദം ഉണ്ടായത് ഇരുവരെയും അറസ്റ്റ് ചെയ്യുന്നതിൽ. എന്തായാലും ഇപ്പോൾ അതിൽ വിജയകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിലും ചില അട്ടിമറികൾ, അതായത് ഇരട്ടത്താപ്പ് നടന്നിട്ടുണ്ട്. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ വിജയകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ശങ്കർദാസിന്റെ മകനാണല്ലോ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് വിജയകുമാറിനെ തൽക്കാലം അറസ്റ്റ് ചെയ്യുന്നു. ഇയാളെ കോടതിയിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഹൈക്കോടതി SITയെ നിർത്തിപ്പൊരിക്കും. ആ പേടിയിലാണ് ഇപ്പോൾ വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. പത്മകുമാർ അധ്യക്ഷനായ ബോർഡിലെ അംഗമാണ് ശങ്കർദാസും വിജയകുമാറും. കേസിൽ ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരുന്നു. ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ SITയെ ഹൈക്കോടതി വിമർശിക്കുകയായിരുന്നു. ഇതിന് ശേഷമാണ് SITക്ക് ബോധ്യപ്പെട്ടത് ഉടൻ ഇവരുടെ അറസ്റ്റ് നടത്തിയില്ലെങ്കിൽ പണി പാളുമെന്ന്. എന്തായാലും ഇപ്പോൾ വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് വലിയൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ SIT ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും എത്തില്ല. അത് കൃത്യമായി നമുക്ക് മനസ്സിലായതാണ്. മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തിയതോടുകൂടി എങ്ങനെയെങ്കിലും ജാമ്യം ഒപ്പിച്ചെടുക്കാം എന്നുള്ള കണക്കുകൂട്ടലിൽ പലയിടത്തു നിന്ന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുകയായി. കൊടികെട്ടിയ വക്കീലന്മാരെയൊക്കെയാണ് ഇറക്കിയതും. എന്നാൽ അതിനിടയിലാണ് വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്നായിരുന്നു പത്മകുമാറിന്റെയും മൊഴി. എന്നാൽ ഇതിനിടയിൽ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇരുവരും ഒരേപോലെയുള്ള മൊഴികളാണ് നൽകിയത്. അതായത് ഇരുവരും പറഞ്ഞത് അവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നായിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലുകളിലെല്ലാം ദേവസ്വം ബോർഡിലെ ആരുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം പേരുകൾ പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ ശങ്കർദാസിന്റെയും വിജയകുമാറിന്റെയും പേരുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പറയുന്ന പോറ്റിക്ക് ശങ്കർദാസുമായും വിജയകുമാറുമായും നല്ല ബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഉൾപ്പെടെ പോറ്റി SITക്ക് കൈമാറി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശങ്കർദാസും വിജയകുമാറും അടപടലം ഊരാക്കുടുക്കിലേക്ക് വീണിരിക്കുകയാണ്. ശങ്കർദാസിനെ ഇപ്പോൾ തൽക്കാലം SIT തൊട്ടിട്ടില്ല. പകരം വിജയകുമാറിനെയാണ് തൂക്കിയെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ ഇരുവരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. പക്ഷേ ശങ്കർദാസിനെ തൽക്കാലം ഒന്ന് വിട്ടുവെച്ചു. കാരണം ഹരിശങ്കർ IPSന്റെ അച്ഛനാണല്ലോ ശങ്കർദാസ്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്റെ അച്ഛനെ തൂക്കിയെടുത്തു കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർക്കും ഭയമായതുകൊണ്ടായിരിക്കാം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും ശങ്കർദാസിനെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. കാരണം ദേവസ്വം ബോർഡിൽ അന്നുണ്ടായിരുന്ന എല്ലാവരും കള്ളന്മാരാണ് എന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. വിജയകുമാറിനെ SIT മുൻപ് ചോദ്യം ചെയ്യുമ്പോൾ ദേവസ്വം ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് വിജയകുമാർ മൊഴി നൽകിയിരുന്നു. പത്മകുമാർ പ്രസിഡന്റായ ബോർഡിൽ അംഗമായിരുന്നു താൻ. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അല്ലാതെ എനിക്ക് മറ്റൊരു കാര്യത്തിലും അറിവില്ല, ഈ കൊള്ളയുമായി ഒരു ബന്ധവുമില്ല എന്നൊക്കെയായിരുന്നു വിജയകുമാർ SITയോട് പറഞ്ഞത്. സസ്പെൻഷനിലുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാറിനെയും അന്ന് ചോദ്യം ചെയ്തിരുന്നു.
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ദേവസ്വം ബോർഡിലെ, അതായത് 2019 ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും ഭയപ്പാടിലേക്ക് പോയിരുന്നു. പിന്നീടാണ് തുടരെ ഓരോ അറസ്റ്റും നടന്നത്. എന്നാൽ ഈ അറസ്റ്റുകൾക്കിടയിൽ മുരാരി ബാബുവിന്റെയും ബൈജുവിന്റെയും അതുപോലെ തന്നെ സുധീഷ് കുമാറിന്റെയും ഒക്കെ അറസ്റ്റ് നടന്ന സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നവരാണ് ശങ്കർദാസും വിജയകുമാർ. എന്നാൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യാൻ SITക്ക് അനുമതി കിട്ടിയിരുന്നില്ല. ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് ഇതുവരെ പല അറസ്റ്റുകളും SIT നടത്തിയത്. പക്ഷേ ശങ്കർദാസിലേക്കും വിജയകുമാറിലേക്കും എത്തുമ്പോൾ SITക്ക് മുട്ടിടിക്കലായിരുന്നു. അതിനുള്ള മറുപടിയായിരുന്നു ഹൈക്കോടതി അന്ന് കൊടുത്തത്. എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി SITയോട് ചോദ്യങ്ങൾ ചോദിച്ചത്. ഇതിനൊന്നും മറുപടി പറയാനില്ലാതെ ഉദ്യോഗസ്ഥർ തലയും കുനിച്ച് നിൽക്കുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ ഇവരുടെ അറസ്റ്റ് ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ വിജയകുമാറിന്റെ അറസ്റ്റ് പോലും നടന്നിരിക്കുന്നത്. വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇനി ശങ്കർദാസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? ഈ ഒരു ചോദ്യം ഉയരുകയാണ്. എന്നാൽ ശങ്കർദാസിനെ തൊടാതെ പോലീസ് വീണ്ടും പിന്നോട്ട് നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് പരിഗണിച്ചതിന് ശേഷമാണോ ഇനി ശങ്കർദാസിലേക്ക് തിരിയുക എന്നുള്ളതും ചോദ്യമാണ്. എന്തായാലും വിജയകുമാർ അറസ്റ്റിലായതോടുകൂടി ശങ്കർദാസിന്റെയും തല ഹൈക്കോടതിയുടെ വായിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും ന്യൂ ഇയർ അടുക്കുമ്പോൾ, പുതുവത്സരം അടുക്കുന്നതോടുകൂടി തന്നെ സർക്കാരിനും CPMനും ആദരാഞ്ജലി അറിയിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം ആരുടെയൊക്കെ അറസ്റ്റ് നടക്കരുതെന്ന് സർക്കാരും CPMും കണക്കുകൂട്ടിയോ അവരെ എല്ലാവരെയും ഹൈക്കോടതി അടപടലം തൂക്കിയെടുത്തുകൊണ്ട് പോകുകയാണ്. ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടുന്നില്ല. ഹൈക്കോടതി അന്ന് പറഞ്ഞു വെച്ച ഒരു പരാമർശമുണ്ട്. അന്ന് ബോർഡിൽ അംഗങ്ങളായിരുന്നവർക്കെല്ലാം ഇതിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്ന് തന്നെയാണ്. അവരിലേക്കെല്ലാം അന്വേഷണം എത്തണം, അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. ആ നിലപാട് കൃത്യമായി ഹൈക്കോടതി SITയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിജയകുമാറിന്റെ വരെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയുമുണ്ട് മറ്റു പലരിലേക്കും എത്താൻ. എന്തായാലും ശങ്കർദാസ് ഇപ്പോൾ അടപടലം പേടിച്ച് വിറച്ച് കഴിയുകയാണ്. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് പോലും കോടതികളിൽ നിന്ന് ജാമ്യം കിട്ടില്ല. അവരെ തൂക്കിയെടുക്കാൻ തന്നെയാണ് ഹൈക്കോടതി കീഴ്ക്കോടതികളോട് പോലും ഉത്തരവിട്ടിരിക്കുന്നത്. വിജയകുമാർ അറസ്റ്റിലാകുമ്പോൾ സർക്കാരും CPMും ഭയക്കുന്നത് വിജയകുമാർ എന്തെല്ലാം പറയും എന്നുള്ള കാര്യത്തിലാണ്. വിജയകുമാർ ആരെയും സംരക്ഷിക്കാൻ നിൽക്കില്ല. കാരണം അങ്ങനെ പാർട്ടിയോട് കൂറുള്ള ആളൊന്നുമല്ല ഈ വിജയകുമാറും ശങ്കർദാസും. മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവരെ ഒന്ന് കുടയുമ്പോൾ അവർ ഉള്ള സത്യങ്ങൾ വിളിച്ചു പറയും. അല്ലാതെ പത്മകുമാറിനെയും വാസുവിനെയും പോലെ പാർട്ടിയെ ഭയന്ന് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു സമീപനം ശങ്കർദാസും വിജയകുമാറും കാണിക്കാൻ ഒരു സാധ്യതയുമില്ല. പരമാവധി ആരുടെയൊക്കെ പേരുകൾ പറയാമോ ആ പേരുകളെല്ലാം പറഞ്ഞ് സ്വയം തടിതപ്പാനുള്ള നീക്കമായിരിക്കും വിജയകുമാറും ശങ്കർദാസും നടത്താൻ പോകുന്നത്. ഇതിൽ വിജയകുമാർ ശങ്കർദാസിന്റെ പേര് പറയുമോ എന്നുള്ള ഒരു ഭയം ഇപ്പോൾ ശങ്കർദാസിനുമുണ്ട്. കാരണം വാസു അറസ്റ്റിലാകുന്ന ഘട്ടത്തിൽ കൃത്യമായി പത്മകുമാറിനെ കുടുക്കുന്നതിനുള്ള എല്ലാ മൊഴികളും കൊടുത്തിരുന്നു. പത്മകുമാർ തുടർന്നിങ്ങോട്ട് ബാക്കിയുള്ള എല്ലാവന്റെയും പേരുകൾ വിളിച്ചു കൂവുകയും ചെയ്തിരുന്നു. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയുകയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ടവർ എല്ലാവരും. അങ്ങനെ ഇപ്പോൾ ഒരുത്തനായിട്ട് രക്ഷപ്പെടണ്ട, കുടുങ്ങുകയാണെങ്കിൽ എല്ലാവരും കുടുങ്ങണം, രക്ഷപ്പെടാനാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് രക്ഷപ്പെടണം. ഈ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരമാവധി പാരപണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ദിണ്ടിഗൽ സ്വദേശി D മണിയിൽ തട്ടി വഴിമാറുന്നുണ്ടോ എന്നുള്ള ഒരു സംശയവുമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ D മണിയുടെ പങ്ക് ഇതുവരെ വെളിവായിട്ടില്ല എന്നാണ് വിവരങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ D മണി എന്ന വ്യക്തിയെ അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. മണി പറയുന്നത് പോറ്റിയെ അറിയില്ല എന്നുമാണ്. എന്നാൽ ഇരുവരും തമ്മിൽ ചില ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് SIT പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രതിസന്ധി ഉള്ളത്, D മണി അയാളുടെ പേരിൽ ഒരു സിം പോലും എടുത്തിട്ടില്ല. സഹായികളുടെ പേരിലാണ് സിം എടുക്കുന്നതും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതുമൊക്കെ D മണി മറ്റുള്ളവരുടെ പേരുകളിലാണ്. അതുകൊണ്ട് SIT ഒന്ന് പരുങ്ങുന്നുണ്ട്, പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം കാണിച്ചപ്പോൾ D മണിയും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ പോറ്റിയും വിഗ്രഹക്കടത്തിൽ മണിയുടെ ഇടനിലക്കാരൻ എന്ന് കരുതുന്ന വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രവാസി വ്യവസായി നൽകിയ വിവരങ്ങളിൽ വ്യക്തത വരുത്തണമെങ്കിൽ
മണി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ശ്രീകൃഷ്ണൻ എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം പോറ്റിയിൽ നിന്നും സ്വർണം വാങ്ങിയ ഗോവർദ്ധനുമായോ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുമായോ മണിക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമേ മണിയെ സ്വർണ്ണക്കൊള്ള കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കാനാകൂ. ഇതിനായി ഇവരുടെ എല്ലാം ഫോൺ കോൾ ലിസ്റ്റുകൾ SIT പരിശോധിക്കുന്നുണ്ട്. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്തുള്ള ഹോട്ടലിൽ ഡി മണിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊപ്പം വിഗ്രഹ വിൽപ്പനയ്ക്കുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉന്നതർ ആരാണെന്നതും അറിയണം. മണിയുടെ ഇടപാടുകളും പൊടുന്നനെയുള്ള വളർച്ചയും ഏറെ ദുരൂഹമാണെന്ന കാര്യം SITക്കും വ്യക്തമായിട്ടറിയാം. പക്ഷേ മണിയുടെ വിഗ്രഹക്കടത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയും തമ്മിൽ നേരിട്ട് ബന്ധം കണ്ടെത്തിയാലേ ഇപ്പോഴുള്ള കേസിൽ ഗുണം ചെയ്യൂ എന്ന് നിയമ വിദഗ്ധർ പറയുന്നു. അല്ലാത്ത പക്ഷം വിഗ്രഹക്കടത്തിൽ പ്രത്യേക കേസെടുക്കാനേ കഴിയൂ. അതിനും SITക്ക് ഹൈക്കോടതിയുടെ അനുമതി ആവശ്യം. എന്തായാലും ഈ ഡി മണിക്ക് പോറ്റിയുമായി മാത്രമാണോ ബന്ധമുള്ളത്, അതോ ദേവസ്വം ബോർഡിലെ മറ്റു ഉന്നതന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? അതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തണം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയേ മതിയാകൂ. ആ ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണ സംഘം SIT കടന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് വിജയകുമാറിന്റെ അറസ്റ്റ് നിർണായകമായിരിക്കുന്നത്. ഇതിനുശേഷം ശങ്കർദാസിലേക്ക് പോകുമോ എന്നുള്ളതും ചോദ്യമാണ്. അതോ ശങ്കർദാസിനെ തൽക്കാലം രക്ഷിച്ചെടുക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ? പക്ഷേ എന്നാൽ ഹൈക്കോടതിയുടെ മുന്നിൽ അത് വിലപ്പോകില്ല. എത്രയും പെട്ടെന്ന് ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്തേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.